ഇനി പുണ്യനാളുകൾ. രാമ 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 ഭാഗിമാം രാമദേവ ദൈവമേ മുകുന്ദ രാമ ഭാഗിമാം രാഘവ മനോഹര മുകുന്ദ രാമ ഭാഗിമാം രാവണന്തക മുകുന്ദ രാമ രാമ ഭാഗിമാം ഭക്തിമുക്തിദായക പുരന്ദരാതിസേവിത ഭാഗ്യവാരിതേ ജയ മുകുന്ദ രാമ ഭാഗി. കർക്കിടക തേരേറി വരുന്ന രാമായണ മാസത്തിന്റെ പുണ്യം നുകർന്ന് മലയാളി. ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണ പുണ്യകാലമാണ് ഇനി. രാമായണ മാസത്തിന് തുടക്കമായതോടെ രാമകഥാശീലികൾ പങ്കുവയ്ക്കുകയാണ് ജി സുധാകരൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാൽ വിരചിതമായ ശ്രീമദ് അധ്യാത്മരാമായണം കേവലം ഒരു ഭക്തിഗ്രന്ഥം മാത്രമല്ല, അതൊരു മഹാകാവ്യഗ്രന്ഥം കൂടിയാണ്. ജാനകീദേവിയോടും കൂടി രാഘവനാനന്ദം ഉൾക്കൊണ്ടു രാജഭോഗാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. വൈധവ്യ ദുഃഖം വനിതമാർക്കില്ലത്രേ, വ്യാധിഭയവും ഒരാളിനുമില്ലല്ലോ. സസ്യപരിപൂർണയല്ലോ ധരിത്രിയും, ദസ്യുഭയവും ഒരിടത്തുമില്ലല്ലോ. ബാല്യമരണമകപ്പെടുമാറില്ല, കാലേ വർഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാപരന്മാർ നരന്മാർ ഭുവിരാമനെ ധ്യാനിക്കുമേവതം സ്വാഗതം. പഞ്ഞക്കർക്കിടക മാസം എന്നറിയപ്പെടുന്ന കർക്കിടക മാസത്തിൽ ജനങ്ങൾ പട്ടിണിയെ മറക്കാൻ ഭക്തിയിലേക്ക് തിരിഞ്ഞതിൻ്റെ നൂറ്റാണ്ടുകളായുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് കർക്കിടക 1-ാം തീയതി മുതൽ രാമായണ മാസമായി നൂറ്റാണ്ടുകളായ മലയാളികൾ ആചരിച്ചു വരുന്നത്.